പണി നടന്നുകൊണ്ടിരുന്ന ചില വീടിൻ്റെയൊക്കെ മുൻവശത്ത് പോയിട്ട് ആ മതിലിൻ്റെ ഭാഗത്തുള്ള ഗേറ്റൊക്കെ തകർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബൈക്കുകൾ തകർത്തിട്ടുണ്ട്. ബി ഗോപാലകൃഷ്ണൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 4 ബൈക്കുകൾ തകർത്തു എന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. എന്താണ് ഷമാസ്, ഇപ്പോൾ ആനയെ ചങ്ങല വെച്ച് തളയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? അരുൺകുമാർ, ഒരു ഘട്ടത്തിൽ ആശ്വാസമായിക്കൊണ്ട് ആനയുടെ കാലിലൂടെ വടം കെട്ടിയിരുന്നു. പിന്നീട് അവിടെ ഒരു ഭാഗത്ത് തളച്ചു നിർത്തി എന്ന് തോന്നിപ്പിക്കുന്ന സമയത്താണ് വീണ്ടും ആ വടം പൊട്ടിച്ചുകൊണ്ട് ആന മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുന്നത്. ഒരു വീടിന്റെ മതിലടക്കം തകർത്തുകൊണ്ടാണ് മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പോൾ അത് ഓടിപ്പോയിരിക്കുന്നത്. തളയ്ക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും മയക്കുവെടി വെക്കുക മാത്രമാണ് ഏക വഴി എന്നതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതിനായുള്ള സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്, അതിനുള്ള കാലതാമസമുണ്ട്. അത്രയും സമയം ഈ ഭാഗത്ത് വലിയ പരിഭ്രാന്തി ആന ഉണ്ടാക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ നഗരത്തിലെ വിയ്യൂർ ഗാന്ധിനഗർ ഭാഗത്താണ് ഈ ആനയുള്ളത്. ഈ ഭാഗത്തുള്ളവർ, ഈ വഴിയിലൂടെ വരുന്നവർ, നഗരത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വലിയ പരിഭ്രാന്തി ഈ പ്രദേശത്ത് ആന പരത്തുന്നുണ്ട്. ഏറെ നേരമായി, ഏകദേശം 1 മണിക്കൂറോളമായി ഇത്തരത്തിൽ ഈ സാഹചര്യം തുടരുകയാണ്. നേരത്തെ ഒരു സമയത്ത് വടം കെട്ടി തളയ്ക്കാനായി എന്ന് തോന്നിയെങ്കിലും പക്ഷേ അത് വീണ്ടും ഒന്നും നടക്കാതെ പോവുകയായിരുന്നു. ഇപ്പോൾ MLA രാജൻ ജയപാലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MLA, ഇത് എന്താണ് നിലവിലെ സാഹചര്യം? ഞാൻ താമസിക്കുന്ന ഡിവിഷനാണിത്. എൻ്റെ വീടിൻ്റെ പ്രദേശത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ തിരുവനന്തപുരത്ത് ഇത് എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറുന്ന സമയത്താണ് ഇത് അറിഞ്ഞത്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അവിടെ ഒരു വീടിന്റെ മുറ്റത്തെ ആന കയറുന്നത് വരെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. അടുത്തടുത്ത് വീടുകളാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ ഇപ്പോൾ ഒരു വീടിന്റെ ഉള്ളിലേക്ക് ആന കയറിയിട്ടുണ്ട്. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ? ഗേറ്റൊക്കെ കടന്ന് ഒരു മതിൽ പൊളിച്ചാണ് അരുൺകുമാർ ഈ വീടിനകത്തേക്ക്, ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് ആന കയറിയിരിക്കുന്നത്. ഒരു സമയത്ത് വടം കെട്ടിക്കൊണ്ട് അതിനെ തളയ്ക്കാനുള്ള നടപടികൾ നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആ മതിൽ പൊളിച്ചുകൊണ്ട് ആ ഗേറ്റ് പൂർണ്ണമായും തകർത്തുകൊണ്ട് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ആന കയറിയിരിക്കുന്നത്. പലതും തകർക്കുന്ന ശബ്ദമടക്കം നമുക്ക് കേൾക്കാം. പിന്നീട് പലതരത്തിലുള്ള നടപടികൾ ഇപ്പോൾ ആനയെ തളയ്ക്കാൻ പാപ്പാന്മാരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാവുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മയക്കുവെടി വെക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇനി ചെയ്യാനാവുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ മയക്കുവെടി സംഘമടക്കം, ഡോക്ടർമാരുടെ സംഘമടക്കം ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള കാലതാമസമുണ്ട്. വലിയ ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയിലാണ് 1 മണിക്കൂറോളമായി ആന ഇത്തരത്തിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഈ 4 വാർഡും ചിതറി ഓടിക്കൊണ്ടിരിക്കുന്നത്. പല സമയത്ത് ഈ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ തകർത്തത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അത്തരത്തിൽ വലിയ പരിഭ്രാന്തി ഈ പ്രദേശത്തുണ്ട്. തൃശ്ശൂർ നഗരത്തിലെ വിയ്യൂർ ഗാന്ധിനഗർ ഭാഗത്താണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞിരിക്കുന്നത്. ഈ ആന ഇടഞ്ഞിപ്പോഴും വലിയ പരിഭ്രാന്തിയാണ് ഈ പ്രദേശത്ത് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഈ കാലിൽ വടം കുരുക്കിക്കൊണ്ട് അതിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ നടന്നു. പക്ഷേ ആ കെട്ടിയ വടം പൊട്ടിച്ചുകൊണ്ട് പല ഭാഗത്തേക്ക് അത് വീണ്ടും ചിതറി ഓടുകയായിരുന്നു. ഇപ്പോഴും ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ കയറിക്കൊണ്ട്, ഒരു തൊടിയിൽ കയറിക്കൊണ്ട് അത് പൂർണ്ണമായും അവിടെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴും വലിയ അക്രമ സ്വഭാവത്തിൽ തന്നെയാണ് ഈ ആന പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വീടിനകത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടെ പലതരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ ആളുകളെ നിയന്ത്രിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഈ വഴിയിലേക്ക് നിരവധി ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം തൃശ്ശൂർ നഗരത്തിൽ തന്നെ പ്രധാനപ്പെട്ട റോഡാണ്. ഗാന്ധിനഗറിലെ ഈ ഇടവഴികൾ കൂടി നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. ഈ രാവിലെ സമയത്ത് ഇതൊന്നും അറിയാതെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനടക്കം സാധ്യതയുണ്ട്. അവരോടക്കം ഈ വഴിയിലേക്ക് പ്രവേശിക്കരുത് എന്ന കാര്യമാണ് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം ഈ ആന പരിഭ്രാന്തി പരത്തിക്കൊണ്ട് പല സമയങ്ങളിലായി ഇപ്പോഴും ഈ വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടപ്പിലാകുന്നില്ല. അതിനുള്ള പല ശ്രമങ്ങൾ പാപ്പാന്മാരുടെ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും അത് നടപ്പിലാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും 1 മണിക്കൂറിലധികമായി ആന ഈ പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഈ ഭാഗത്ത് കൂടെ ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് അതിൻ്റെ കാലിൽ വടം കുരുക്കാനായിരുന്നു. പക്ഷേ ആ വടമടക്കം തകർത്ത് അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന മതിലടക്കം തകർത്തുകൊണ്ടാണ് ആന വീണ്ടും ഒരു കോമ്പൗണ്ടിലേക്ക് കയറിക്കൊണ്ട് ആ വശത്ത് പരിഭ്രാന്തി പരത്തുന്നത്. ഇപ്പോൾ ഇത് ആളുകളോടൊക്കെ മാറി നിൽക്കാനടക്കം പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കയറിക്കൊണ്ടാണ്. ഈ സമയത്ത് ഒരു കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും ആനയെ തളച്ചിട്ടില്ല അല്ലേ? തീർച്ചയായും അരുൺകുമാർ, ആന ഇപ്പോഴും തളയ്ക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ ഷീറ്റുകളടക്കം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഇടവഴികൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി ചെന്ന് നേരിട്ട് മുന്നിൽ നിന്ന് തളയ്ക്കാനുള്ള സാധ്യതയില്ല. കാരണം ആന മുന്നിലേക്ക് വന്നാൽ തിരിഞ്ഞോടാനുള്ള സാഹചര്യമടക്കം നിലവില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. കാരണം ഏത് വശത്തേക്കും ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. ഏത് സമയത്തും ആന എല്ലാ വശത്തേക്കും തിരിഞ്ഞോടാൻ സാധ്യതയുണ്ട്. ആനയുടെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് ഓടാനുള്ള വഴി പോലുമില്ല. അത്തരത്തിൽ
ചില ചെറിയ വീട്ടിലൊന്നും വഴികൾ പക്ഷേ നിറഞ്ഞ ആളുകൾ ഒരു പ്രദേശമാണ്. ഈ താമസിക്കാത്ത പ്രദേശത്താണ് ആന വീടുകളുണ്ട്. ഏറെ നേരമായി പരിഭ്രാന്തി. ആളുകൾ താമസിക്കുന്ന വീടുണ്ട്, ആളുകൾ പുറത്തിറങ്ങുന്ന സമയമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വീടിന്റെ കോമ്പൗണ്ടിന്റെ പരിസരത്തേക്ക് ആന കടന്നു ചെന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആന നിൽക്കുന്നത് കോമ്പൗണ്ടിനുള്ളിലാണ് അല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്, ഒരു വീടിന്റെ മതിൽ തകർത്തുകൊണ്ടാണ് ആ കോമ്പൗണ്ടിനകത്തേക്ക് ആന കയറിയിരിക്കുന്നത്. ഇപ്പോൾ ആ കോമ്പൗണ്ടിനകത്താണ് ആ ആന കയറി നിൽക്കുന്നത്. ആ ഭാഗത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ കോമ്പൗണ്ടിലെ ഈ ഷീറ്റുകളടക്കം തകർക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ആ ഷീറ്റുകൾ പൂർണ്ണമായും ആന തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലാണ് ആനക്കലി, വലിയ പരിഭ്രാന്തിയാണ് ഈ പ്രദേശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആന കൂട്ടാക്കിയിട്ടില്ല. ആ കോമ്പൗണ്ടിൽ, ആ തൊടിയിൽ തന്നെ, വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഒരു വട്ടം കാലിൽ കുരുക്കിക്കൊണ്ട് അതിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്താണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മതിൽ പൊളിച്ചുകൊണ്ട് ആ കോമ്പൗണ്ടിനകത്തേക്ക് ആന കയറിപ്പോയത്. പിന്നീട് ആ കോമ്പൗണ്ടിനകത്തെ ഷീറ്റുകളും മറ്റും തകർത്തുകൊണ്ട് വലിയ പരിഭ്രാന്തി ആ പ്രദേശത്ത് ആന ഉണ്ടാക്കുകയാണ്. നേരത്തെ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് നിരവധി വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നടക്കം തകർത്തിട്ടുണ്ട്. 4 ഇരുചക്ര വാഹനങ്ങളും കാറുകളും അടക്കം തകർത്തിട്ടുണ്ട്. ഒരു കോമ്പൗണ്ട് പരിസരത്താണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂർ വിയൂർ ഭാഗത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോമ്പൗണ്ട് ആ വിയൂർ റെസിഡൻഷ്യൽ ഏരിയ ഭാഗത്ത് ശിവം ലക്ഷ്മി എന്ന് പറയുന്ന ഒരാന ഇടഞ്ഞിട്ടുണ്ട്. ആന ഇപ്പോൾ അല്പം പരിഭ്രാന്തി പരത്തുന്നുണ്ട്. ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആന ഒരു കോമ്പൗണ്ടിന്റെ പരിസരത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ എത്തി അവിടെ ചില സാധനങ്ങളൊക്കെ തകർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും ശരി, പുറത്തധികം നിൽക്കാതെ, ആന വരുന്ന ഭാഗത്തേക്ക് പോകാതെ നിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കണം. ഇപ്പോൾ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നത്. ആനയുടെ ഒരു ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആന ഇപ്പോൾ ഒരു വീടിന്റെ പരിസരത്താണ് നിൽക്കുന്നത്. അവിടെ എന്തൊക്കെയോ തകർക്കുന്നുണ്ട്. വീടിന്റെ ഒരു മതിൽ തകർത്ത, ഒരു ഗേറ്റ് തകർത്താണ് ആന ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. കാരണം ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് ആന. അവിടെ കിണറാണോ അതോ പൈപ്പാണോ എന്നറിയില്ല. വെള്ളം ദേഹത്ത് തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആന അല്പം ശാന്തനായി നിൽക്കുന്നുണ്ട്. വിയൂർ ഭാഗത്തുള്ളവർ പ്രത്യേകം കരുതുക.